Good morning students. നമ്മൾ ഓൾറെഡി ഡേറ്റ മോഡൽസ് സ്കീമ ഇൻസ്റ്റൻസസ് ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുന്നത് മാത്രമേ നമ്മൾ PPT പറഞ്ഞാൽ അത് വേണ്ട. നിങ്ങൾക്ക് അയച്ചു തന്നേക്കുന്ന ആ നവാദിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നുള്ള കുറച്ച് പേജസ് ആണ്. അപ്പം ഡേറ്റ മോഡൽ സ്കീമാസ് ആൻഡ് ഇൻസ്റ്റൻസസ്. അപ്പം ഡേറ്റ മോഡൽ അത് ജസ്റ്റ് എന്താണെന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഡേറ്റ മോഡൽ എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റാ ബേസിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. ദെൻ അതിന് ഡിഫറെൻറ്റ് ഡേറ്റ മോഡൽസ് ഉണ്ട്. എങ്ങനെയായിരിക്കണം? നമ്മൾ എന്ത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണോ ഒരു ഡേറ്റാ ബേസിൻ്റെ സ്ട്രക്ചർ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ മോഡൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് അതിനകത്ത് ഡേറ്റാ ബേസിനകത്ത് വരുന്ന ഡേറ്റേനെ ഒന്ന് മോഡൽ ചെയ്യുക. അത് തന്നെയാണ് ഒരു മീനിങ്. ദാറ്റ് ഇസ് വി ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് ദ ഗിവൺ ഡേറ്റാ ബേസ് ആൻഡ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ്. So based on the concepts the data model gets categorized. So ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡേറ്റ മോഡൽസ് എന്ന് പറയുന്നതാണ് ഹൈ ലെവൽ ഡേറ്റ കൺസെപ്ച്വൽ ഡേറ്റ മോഡൽ ഓർ ഫസ്റ്റ് ലെവൽ ദാറ്റ് ഈസ് ഹൈ ലെവൽ ഡേറ്റ മോഡൽ ഓർ കൺസെപ്ച്വൽ ഡേറ്റ മോഡൽ. അതാണ് ആദ്യത്തെ ടൈപ്പ്. അതിനകത്ത് എന്താ പറയുന്നത്? ഞാനിപ്പോൾ പറഞ്ഞു കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ഡേറ്റ മോഡൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈ ലെവൽ കൺസെപ്ച്വൽ ഡേറ്റ മോഡലിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് കോൺസെപ്റ്റ്സ് ദാറ്റ് ആർ ക്ലോസ് ദ വേ മെനി യൂസേഴ്സ് പെർസീവ് ഡേറ്റ. അതായത് ഇപ്പം ദാറ്റ് ഇസ് ഫൈനലി ആ ഡേറ്റാ ബേസിൻ്റെ മോഡൽ മൊത്തം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ ഹൈ ലെവൽ മോഡൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡേറ്റ മോഡലിൽ മനസ്സിലാവും. ദാറ്റ് ഇസ് എൻറ്റയർ വ്യൂ അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഹൈ ലെവൽ ഡേറ്റ മോഡലിനകത്ത്. അതായത് ഫിസിക്കൽ സ്റ്റോറേജ് അങ്ങനെ ഇപ്പോൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അതിനെ പറ്റിയിട്ടൊന്നും കാണത്തില്ല. പകരം it provide concepts that are close to the way many users perceive the data. അതിനൊരു എക്സാമ്പിളാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. നിങ്ങൾക്ക് ഓൾറെഡി 2-3 ഫിഗേഴ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ആ ഡയഗ്രാം. ദാറ്റ് ഈസ് നമ്മുടെ കൺസെപ്ച്വൽ മോഡൽ ഓർ ഹൈ ലെവൽ ഡേറ്റ മോഡലിനകത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് എൻറ്റിറ്റീസ്, റിലേഷൻഷിപ്പ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, എൻറ്റിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എന്താ പറയുക, ഒരു പ്രോജക്റ്റ്, ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ എംപ്ലോയി ID, എംപ്ലോയി നെയിം, ദെൻ ഡെസിഗ്നേഷൻ, ദെൻ പ്രോജക്റ്റ്. ദെൻ അത് കഴിഞ്ഞ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു എൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, വിച്ച് കൺസിസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ID, പ്രോജക്റ്റ് നെയിം, ദെൻ ലീഡർ, അങ്ങനെ ആയിരിക്കാം. ദാറ്റ് ഈസ് ഓരോ പ്രോജക്റ്റിന് ഒരു കറസ്പോണ്ടിങ് ലീഡർ ഉണ്ടാവും. ഓരോ എംപ്ലോയിക്ക് ഒരു ID, എംപ്ലോയി നെയിം, ദെൻ എംപ്ലോയി ഏത് പ്രോജക്റ്റിനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അയാളുടെ ഡെസിഗ്നേഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ എംപ്ലോയും പ്രോജക്റ്റുമാണ്. ഓക്കെ, ദാറ്റ് ഈസ് എംപ്ലോയും പ്രോജക്റ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് കൺസെപ്റ്റ് ഡേറ്റ മോഡലിൻ്റെ എക്സാമ്പിൾ. എൻറ്റിറ്റിയും ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പുമാണ് നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നതിനകത്ത് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു റിയൽ വേൾഡ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിന്, ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. വെറാസ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ദി എന്തെങ്കിലും പ്രോപ്പർട്ടീസ് പറയണമെങ്കിൽ അതിനെ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസ് പറയുന്നതാണ് ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ എംപ്ലോയി നെയിം, എംപ്ലോയി ID, ഡെസിഗ്നേഷൻ, എക്സെട്ര. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ ആ പർട്ടിക്കുലർ എംപ്ലോയിയും പ്രോജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ വർക്ക്സ് ഓൺ എംപ്ലോയി വർക്ക്സ് ഓൺ എ പർട്ടിക്കുലർ പ്രോജക്റ്റ്. മനസ്സിലായോ? അപ്പം എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടും അതിൻ്റെ റിലേഷൻഷിപ്പും കൂടി ചേർത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ മോഡലാണ് ഹൈ ലെവൽ ഡേറ്റ മോഡൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയല്ലോ? യെസ്. ഇനി നമ്മൾ സെക്കൻഡ് മോഡൽ ഇവിടെ പറയുന്നുണ്ട്, ലോ ലെവൽ ഓർ ഫിസിക്കൽ ഡേറ്റ മോഡൽ. അപ്പോൾ അവിടുത്തെ കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് കോൺസെപ്റ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ഡേറ്റ ഇസ് സ്റ്റോർഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയ. അതായത് ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോറേജ് ഏരിയ, അതായത് എസ്പെഷ്യലി നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സോ അല്ലെങ്കിൽ അത്രയും ഈ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് അത്രയും ഡീറ്റെയിൽ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിനെ പറ്റിയിട്ട് അറിയുക. ഫോർ സ്റ്റോറേജ് ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യങ്ങൾ ഉള്ളവർ മാത്രമാണ് അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഓക്കെ ഞാനീ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ മനസ്സിലായോ? ദാറ്റ് ഇസ് അത്രയും ഡീറ്റെയിൽ ചെയ്ത് ആ ഒരു ഡേറ്റ മോഡലിനെ പറ്റിയിട്ട് അറിയേണ്ടവർ മാത്രമേ അതിനെ പറ്റിയിട്ട് പറയേണ്ട കാര്യങ്ങളുള്ളൂ. കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ്, ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് കൂടുതലും ഈ ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ ഇപ്പം ഡേറ്റാബേസിനകത്ത് എങ്ങനെയാണ് റെക്കോർഡ്സ്, എങ്ങനെയാണ് ആ ഡേറ്റാസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തേക്കുന്നത്, എത്ര ബ്ലോക്സ് ആയിട്ടാണ്, ഓരോ ബ്ലോക്കിനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, എത്ര ഡേറ്റ ടൈപ്സ് ഉണ്ടാവും, ദെൻ അതിനൊരു ഇൻഡെക്സിങ് അവർ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനത്തെ ഫുൾ ആ ഫിസിക്കൽ നമ്മൾ ആ ഡേറ്റാൻ്റെ ഫുൾ സ്റ്റോറേജും കാര്യങ്ങളും ആയിരിക്കും ഡേറ്റ മോഡലിൽ പറയാം. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് റെക്കോർഡ് ടൈപ്പ്, റെക്കോർഡ് ഓർഡറിങ്, ദെൻ ആ കാര്യങ്ങളൊക്കെയാണ് പറയുക.
Then comes the third model, that is implementation model or representational data model. കേട്ടോ ആക്ച്വലി ഇത് ഈ റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ മോഡൽ എന്ന് വെച്ചാൽ ഈ രണ്ട് മോഡലിൻ്റെ ഇടയ്ക്കാണ്, ഫിസിക്കലിൻ്റെയും കൺസെപ്ഷ്യലിൻ്റെയും ഇടയ്ക്കാണ്. സോ ദാറ്റ് ഈസ് അവിടെ എന്ന് വെച്ചാൽ ഇറ്റ് വിച്ച് പ്രൊവൈഡ്സ് എ കോൺസെപ്റ്റ്സ് that understood by end users but that are not too far away from the how data is organized in the computer storage. അതായത് representational data model എന്ന് വെച്ചാൽ നമ്മളെ ടേബിൾ സ്ട്രക്ചർ റെപ്രസെൻറ്റേഷൻ, അതാണ് മീൻസ് എന്താ റെപ്രസെൻറ്റേഷൻ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡേറ്റാനെ പറ്റി പറയുന്നുണ്ട്. ഡേറ്റ ഏതൊക്കെ ടേബിളിലാണ്, എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നും എന്തൊക്കെ ഡേറ്റ ടൈപ്പ് ആണെന്നും അതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പക്ക ഫിസിക്കൽ സ്റ്റോറേജ് ലെവലിലേക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് കുറേയൊക്കെ ഡേറ്റാസ് അറിയാം. പ്ലസ് ഓരോ ടേബിളിലും എന്ത് ഡേറ്റ വെക്കുന്നതെന്നും അറിയാം. സോ വിച്ച് മീൻസ് ഒരു ഈ റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ മോഡലിനകത്ത് നമ്മൾ ഡേറ്റാ ബേസിനെ റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ടേബിൾസ്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഡേറ്റ മോഡൽസ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.